നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന് അംഗീകരിച്ച് ഇൻവെസ്റ്റ് കേരളം ഉച്ചകോടി കൊച്ചിയിൽ സമാപിച്ചു. കൈനിറയെ നിക്ഷേപ വാഗ്ദാനങ്ങളും കിട്ടി. നിക്ഷേപ സംഗമങ്ങൾ കേരളത്തിൽ പുതിയതല്ലെങ്കിലും CPM ഭരണത്തിലുള്ളപ്പോൾ അതിന് പ്രത്യേക കയ്യടി കിട്ടാറുണ്ട്. UDF ഭരിക്കുമ്പോൾ CPMന്റെ നേതൃത്വത്തിൽ നിക്ഷേപ സംഗമങ്ങൾക്കെതിരെ സമരം നടത്തി കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് വരുത്തി തീർത്ത് നിക്ഷേപകരെ അകറ്റുകയായിരുന്നു പതിവ്. CPMന്റെ ഈ മാറ്റം ഗുണകരമാകുമെന്ന് കരുതാം. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇതേ വ്യവസായ സൗഹൃദ നയം പിന്തുടർന്നാൽ കേരളത്തിന് വികസനത്തിലേക്ക് കുതിക്കാം. കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി അതിന് കാരണക്കാരായവരെ സ്വന്തം പാർട്ടിയിൽ തിരഞ്ഞാൽ പോരെ. അനാവശ്യ തടസ്സങ്ങൾ ഉന്നയിച്ച് ബലപ്രയോഗത്തിലൂടെ വികസനം തടസ്സപ്പെടുത്തുന്നു എന്ന ലേബലിൽ നിന്ന് CPM പുറത്തു കടക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. CPM നിക്ഷേപ സൗഹൃദ നയം തുടരുമോ അതോ? പ്രൈം ഡിബേറ്റിൽ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് ശ്രീ TP ജയചന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീമതി മേരി ജോർജ്, 1,52,000 കോടിയുടെ, അതായത് 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപമുണ്ടായി എന്നാണ് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു നിക്ഷേപ വാഗ്ദാനങ്ങളാണ്. നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ സമയമെടുക്കും, പക്ഷേ ഇത് വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. പല ഘട്ടങ്ങളിലായി ഈ നിക്ഷേപം കേരളത്തിലേക്ക് വരും. അതിനുള്ള തടസ്സങ്ങൾ സംസ്ഥാന സർക്കാർ നീക്കിക്കൊടുക്കും. ഭൂമി വേണമെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ നീക്കിക്കൊടുക്കും. അങ്ങനെ ഒട്ടേറെ വാഗ്ദാനങ്ങൾ തിരികെ സർക്കാരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുകയാണ്. അതുപോലെ തന്നെ നിക്ഷേപ സൗഹൃദം അല്ല കേരളം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നവർക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല. ഇതാണ് ഈ ഉച്ചകോടിയുടെ, കൊച്ചിയിൽ നടന്ന ഈ ഉച്ചകോടിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. താങ്കൾ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? മഞ്ജുഷ്, നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമാവുകയും ധാരാളം വ്യവസായങ്ങൾ വന്ന് ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടെ തന്നെ നല്ല രീതിയിൽ തൊഴിൽ തേടി ജീവിക്കുകയും ചെയ്യുന്നത് സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്യവസായ ഉച്ചകോടി പറയുന്ന വാഗ്ദാനങ്ങൾ, അതായത് 1,50,000 കൂടുതൽ 54,000 എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പോൾ താങ്കൾ പറഞ്ഞു 52,000. അത്രയുമൊക്കെ വ്യവസായ വാഗ്ദാനങ്ങൾ വന്നിരിക്കുകയാണ്. ഈ വാഗ്ദാനങ്ങൾ അതായത് യഥാർത്ഥത്തിൽ സത്യം ആയി തീർന്നാൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു വിജയമായിരിക്കും. പക്ഷേ ഇത് വാസ്തവമായി തീരുമോ? ഈ വ്യവസായങ്ങളൊക്കെ നിലം തൊടുമോ? ആ സംശയം എനിക്ക് ധാരാളം. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഒരു പക്ഷേ അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഈ അടുത്ത കാലത്ത് KJ സ്കറിയ, അതായത് ഈ MSME സെക്ടറിനെ പറ്റി ആധികാരികമായി പഠിച്ച, അതിൻ്റെ യൂണിയൻ്റെ ഒരു നേതാവ് എന്ന രീതിയിലൊക്കെ നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ KJ സ്കറിയ. അദ്ദേഹം MSME സെക്ടറിനെ പറ്റി ഒരു പുസ്തകം ഈ മാസം ആരംഭത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനമോ ആണ് അത് പബ്ലിഷ് ചെയ്തത്. ആ പുസ്തകം ഞാൻ വായിച്ചു. ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അതായത് കേരളത്തിലെ തൊഴിലാളി യൂണിയനുകളെക്കാൾ ഒക്കെ കേരളത്തിൽ വ്യവസായം വരുന്നത് എതിർക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ളവരാണെന്ന് ആ പുസ്തകം അടിവരയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ജയലളിതയുടെ കാലം മുതൽ അവിടെ നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്ന്, അതുപോലെ തന്നെ കർണാടകവും ശ്രമിക്കുന്നുണ്ടാകും. കാരണം അതായത് ഇവിടെ വ്യവസായം വന്നാൽ അവരുടെ വ്യവസായങ്ങളെ അത് 2 തരത്തിൽ ബാധിക്കും. ഒന്ന്, കേരളം ഒരു നല്ല വിപണിയാണ്, ഏത് ഉൽപ്പന്നത്തിനും ഒരു നല്ല വിപണിയാണ്. അപ്പം ഇവിടെ തന്നെ വ്യവസായങ്ങൾ വളരുകയാണെങ്കിൽ ആ വിപണി നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമാകും. അത് വലിയ ഒരു നഷ്ടമാകും, കനത്ത തിരിച്ചടിയാകും അവരുടെ വ്യവസായങ്ങൾക്ക്. അപ്പം ഇവിടെ വ്യവസായം വരാതിരിക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നല്ലേ ഇവിടുത്തെ ഈ തീരുമാനം, അതായത് ചുവപ്പ് നാട നീണ്ടു പോകത്തക്ക രീതിയിൽ ഈ വ്യവസായ തീരുമാനങ്ങൾ എടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന വകുപ്പ് അധ്യക്ഷന്മാർക്കും അതുപോലെ പ്രധാനികൾക്കും, അതായത് ഒരു വർഷം 100 കോടി രൂപ വരെ കൈക്കൂലിയായിട്ട് ഇനാമായിട്ട് കൊടുക്കുന്നു എന്നാണ് ആ പുസ്തകം പറയുന്നത്. ആ പുസ്തകം താങ്കളും അതുപോലെ കേരളത്തിലുള്ള എല്ലാവരും വായിച്ച് ചർച്ച ചെയ്യണമെന്നാണ് നമ്മുടെ ഭരണ നേതൃത്വവും വായിച്ച് ചർച്ച ചെയ്യണം. എങ്കിലാണ്
എവിടെയാണ് ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉള്ളത്? അവരെ ചങ്ങലക്കിടണം. അവരെ ചങ്ങലക്കിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന 1,50,000 ഒരു പക്ഷേ അത് വേര് പിടിച്ചു എന്നിരിക്കും. ചുവപ്പ് നാടുകൾ ഒഴിവാക്കി കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വാഗ്ദാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി മേരി ജോർജ്, ചുവപ്പ് നാട് ഒഴിവാക്കാമെന്നുള്ള വാഗ്ദാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം, ഇത് LDF ഭരിക്കുന്ന സമയമാണ്, അതും ഒരു പ്രധാന ഘടകമാണല്ലോ. LDF ഭരിക്കുമ്പോൾ അത് മാത്രമല്ല, തുടർ ഭരണത്തിന്റെ ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു LDFന്റെ ഭരണം ആയിട്ട്. അതിനാൽ തന്നെ UDF പറയുന്ന ഒരു കാര്യമുണ്ട്. UDFന്റെ നേതാക്കളും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവർ പറഞ്ഞ ഒരു കാര്യം എന്നത് പ്രതിപക്ഷത്തിന്റെ പിന്തുണ കിട്ടുന്നുണ്ട് വ്യവസായ സൗഹൃദമായി കേരളത്തെ മാറ്റാൻ എന്നാണ്. അതായത് ഒരു ഹർത്താൽ പോലും നടത്തുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയൊരു സമിറ്റ് നടക്കുമ്പോൾ UDFന്റെ ഭരണകാലത്തായിരുന്നുവെങ്കിൽ മിക്കവാറും ഈ ദിവസം ഹർത്താലായിരുന്നേനെ, മറ്റേതെങ്കിലും ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ LDF ഭരിക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് വ്യവസായികൾക്കും ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വാഗ്ദാനം ഇങ്ങോട്ട് വരുന്നത്. ശരിയാണ്, മഞ്ജുഷ് പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ചുവപ്പ് നാട നീക്കുമെന്ന് പറയുന്നു. ഈ കഴിഞ്ഞ ബജറ്റല്ല, അതിന് തൊട്ട് മുമ്പിലത്തെ ബജറ്റിലാണ് കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പൊ നമ്മുടെ നിതിൻ ഗഡ്കരി ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തിനും അറിയാം ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ടി വരില്ല. കാരണം അദ്ദേഹം കൊണ്ടുവന്ന കേന്ദ്ര വാഗ്ദാനങ്ങൾ നിറവേറ്റണമെങ്കിൽ അതിന് ഒരു പ്രപ്പോർഷൻ ഉണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വഹിക്കേണ്ട ഫണ്ടിന്റെ പ്രപ്പോർഷൻ. ആ പ്രപ്പോർഷണൽ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുകയില്ലെങ്കിൽ ആ പ്രോജക്റ്റ് അവിടെ കിടക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം പദ്ധതി തന്നെ എടുക്കുക. കഴിഞ്ഞ ബജറ്റിൽ, അതായത് കഴിഞ്ഞ ബജറ്റിൽ, അതിന് തൊട്ട് മുമ്പ് ബജറ്റിൽ കേന്ദ്രം തന്നെ നിർദ്ദേശിച്ചതാണ് PPP മോഡിൽ വിഴിഞ്ഞത്തേക്കുള്ള അപ്രോച്ച് റോഡ് പോലെയുള്ള 5000 കോടിയുടെ ചെലവ് വരുന്നുണ്ട്. അത് PPP മോഡിൽ നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് സമ്മതിച്ചില്ല. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് PPP മോഡ് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വിഴിഞ്ഞത്തിന്റെ കാര്യം നടപ്പായേക്കാം. അപ്പൊ അങ്ങനെ ആശ്വാസകരമായ ചില ചുവട് മാറ്റങ്ങൾ കാണുന്നുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മഞ്ജുഷ്, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: വ്യവസായ സൗഹൃദമാക്കുന്നു, ചുവപ്പ് നാട് അഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞതിന്റെ അങ്ങേ ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്ന ഒരു നിർദ്ദേശം, അതായത് കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, ഒരുപക്ഷെ കേരളത്തെ ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിൽ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടാൻ പറ്റുമായിരുന്നു ആ വ്യവസായ ഇടനാഴി പൂർത്തിയായാൽ. പക്ഷേ അതായത് 2016-17 ബജറ്റിലാണ് ഡോക്ടർ തോമസ് ഐസക് ആദ്യമായിട്ട് ആ വ്യവസായ ഇടനാഴിയെ പറ്റി പരാമർശിക്കുന്നത്, കേന്ദ്രത്തോട് അതിനുള്ള അനുമതിയും സഹായവും ചോദിച്ചത്. അങ്ങനെ നീണ്ടുപോയി ഈ 2022-23 ബജറ്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് ആ പദ്ധതി നടപ്പാക്കാമെന്നും പാലക്കാടിനെ ഒരു വലിയ സിറ്റിയാക്കി മാറ്റാം, സൂപ്പർ സിറ്റിയാക്കി മാറ്റാമെന്നും ഒക്കെ ഓഫർ ചെയ്തത്. പക്ഷേ ഈ ബജറ്റ് വന്നപ്പോൾ കേരളത്തിന്റെ ആ വ്യവസായ ഇടനാഴിയെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇപ്പോ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അതെവിടെ പോയി? ആ വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമായാൽ അത് തന്നെ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ അതിന് ഭൂമി ഏറ്റെടുക്കാനായിട്ട് പണം വകകൊള്ളിച്ചിരുന്നു. ഈ പ്രാവശ്യം അതേപ്പറ്റി മിണ്ടുന്നു പോലുമില്ല. വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമായിട്ടുമില്ല. അപ്പൊ ഗവൺമെന്റ് തന്നെ എന്തുകൊണ്ട് അതിൽ നിന്ന് പിന്നോക്കം പോകുന്നു? അങ്ങനെ പിന്നോക്കം പോകുന്നു എന്ന് വച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഏറ്റവും കാതലായ പ്രശ്നം ഈ പറയപ്പെട്ട ധനപ്രതിസന്ധി തന്നെയാണ്. വ്യവസായ ഇടനാഴി വരണമെങ്കിൽ ധാരാളമായിട്ട് ഭൂമി കണ്ടെടുക്കണം, വാങ്ങണം. അത് മാത്രവുമല്ല, വേറെ ഒരുപാട് ലംസം ഇൻവെസ്റ്റ്മെന്റ് വരും. അതിന് ഗവൺമെന്റിന് കഴിയുന്നില്ല. അപ്പൊ വ്യവസായ ഇടനാഴി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ ഒരു വ്യവസായി പറഞ്ഞു, ഞാൻ 300 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് തൃശ്ശൂര് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് ഗവൺമെന്റിന്റെ പാർക്കിൽ കൊണ്ടുവരുമെന്ന്. ആ പുഴയ്ക്കൽ ഇൻവെസ്റ്റ്മെന്റ് പാർക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പുഴയ്ക്കൽ ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ തുടങ്ങിയ പാർക്കാണ്. ആ പാർക്കിൽ പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു.
2-3 വർഷം വെയിറ്റ് ചെയ്തു. അപ്പോഴും ഈ പല്ലവി ഉണ്ടായിരുന്നു. അതായത് എന്താണ്, ചുവപ്പ് നാളെ ഇല്ലാതെയാക്കും, ആർക്കും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വാതോരാതെ പറയുന്നത് കേട്ടാണ് പ്രവാസി വ്യവസായികൾ അവിടെ ഇൻവെസ്റ്റ്മെന്റിന് കൊണ്ടുവന്നത്. ആ പ്രവാസി വ്യവസായികൾ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാകും. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ആ പ്രവാസി വ്യവസായികൾ അവസാനം ശരണം കെട്ട് ഒരു ഗത്യന്തരവുമില്ലാതെ വലിയ നഷ്ടത്തിൽ എത്തിക്കഴിഞ്ഞ്, അതായത് വ്യവസായം തുടങ്ങാൻ പറ്റിയില്ല, ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് മുഴുവനും പോയ പോക്കായി. അങ്ങനെ അവർ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കുമായിട്ട് പലരും മാറിപ്പോയി. അവിടെയും നമുക്ക് സംശയിക്കണം, തമിഴ്നാട്ടിൻ്റെയും കർണാടകത്തിൻ്റെയും ഒക്കെ കറുത്ത കരങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കണം കേട്ടോ. മറ്റേ സ്കറിയായുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ. ഏതായാലും പുഴയ്ക്കൽ വ്യവസായ പാർക്ക് ഇവരെ ഉൾക്കൊണ്ടില്ല, ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടുത്തെ അന്തരീക്ഷവും നല്ലതായിരുന്നില്ല എന്നതാണല്ലോ തീർച്ച. അപ്പൊ ആരാണ് ഇവിടുത്തെ അന്തരീക്ഷം ഇങ്ങനെ കലുഷിതമാക്കുന്നത്? ഇവിടെ വരുന്ന, അതായത് പൊതുവെ വ്യവസായികൾ പറയാറുള്ള ഒരു കാരണമുണ്ട്. കേരളത്തിൽ കൈക്കൂലി കൊടുത്താലും വ്യവസായം തുടങ്ങാൻ പറ്റില്ല. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റേത് സംസ്ഥാനത്താണെങ്കിലും കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വ്യവസായം തുടങ്ങാനുള്ള സർവ്വ സൗകര്യങ്ങളും ഒരുക്കി തരും. അപ്പൊ അത് കേരളത്തിന്റെ കുറ്റം ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? ഇതൊക്കെ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ തന്നെയും എവിടെ ആര് പരിഹരിക്കും? ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ പെട്ടെന്ന് പരിഹരിക്കാവുന്നതല്ല ഇതിന്റെയൊക്കെ കാതലായ മന്ത്രി പി രാജീവ് പറയുന്നുണ്ടായിരുന്നു, ഇത് ഉടനടി നിക്ഷേപം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയൊന്നുമല്ല, ഒരു സമ്മിറ്റ് ഒന്നുമല്ല ഇത്. ഇവിടെ വാഗ്ദാനങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നിക്ഷേപകർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ്. ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ആ ആത്മവിശ്വാസം നിക്ഷേപകർക്ക് ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ മുമ്പൊക്കെ ഉണ്ടായിരുന്ന അനാവശ്യ സമരങ്ങൾ ഉണ്ടാകുന്നു, ഹർത്താലുകൾ ഉണ്ടാകുന്നു, ഈ വ്യവസായികൾ വന്നാലും അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും വലിയ കുറ്റക്കാരായി അന്ന് കണ്ടിരുന്നത് ഇടതുപക്ഷത്തിലെ തന്നെ തൊഴിലാളി സംഘടനകളെ ആയിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു അന്തരീക്ഷം മാറി. തുടർച്ചയായിട്ട് LDF ഭരിക്കുന്നതുകൊണ്ട് ആ ഒരു അന്തരീക്ഷമില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, ഈ കേരളം നിക്ഷേപ സൗഹൃദം അല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആ മാനസികാവസ്ഥ പരിശോധിക്കണമെന്ന്. അത് ആരുടെ മാനസികാവസ്ഥയാണ്? ആരാണ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ ആരുടെ ശ്രമഫലമായാണ് അങ്ങനെ പ്രചാരണം വേണ്ടി വന്നത്? ഇവിടെ സ്വയം ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞാൻ തുടങ്ങും. ഇവിടെ വിഴിഞ്ഞം പോർട്ട് വരുന്നതിന് കുറെ അധികം ആൾക്കാർ വടക്കേന്ത്യൻ ലോബി അത് വരാതിരിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തുടങ്ങിയതിന് ശേഷവും അത് ഇല്ലാതാക്കാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചില ആൾക്കാർ പ്രത്യേകം കോടിക്കണക്കിന് രൂപ കൈക്കൂലി മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിന് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പോലും നമുക്ക് അനുകൂലമായിട്ട് വിധി ലഭിക്കാതിരിക്കാൻ തമിഴ്നാട്ടിൽ കോടിക്കണക്കിന് രൂപ മാറ്റി വെക്കുന്നെന്നാണ്, പ്രത്യേക ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ മാറ്റി വെക്കുന്നതാണ് കണക്ക്. അപ്പോൾ ഇത് ഒരു അന്തർദേശീയ ലോബിയാണ് കേരളത്തിലേക്ക് വരുന്നതിന്, ഇങ്ങനെ പല വ്യവസായങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന്. അത് ഏത് ഗവൺമെന്റ് ഇരുന്നാലും അതിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് നമുക്കറിയാം. 2012 ശ്രീ ഏക്കാനയുടെ സമയത്ത് ജിമ്മ് വന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇരുന്നപ്പോഴും മീറ്റ് വന്നിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്തും ആദ്യകാലത്തും അങ്ങനെ 3 വ്യവസായ സബ്മിറ്റുകൾ നമ്മൾ തുടങ്ങി. ഈ 3നും പരാജയമായിരുന്നു. കോൺഗ്രസ് ഗവൺമെന്റ് ഇരുന്നപ്പോഴും LDF ഗവൺമെന്റ് ഇരുന്നപ്പോഴും വന്ന പരാജയം. ഈ ഇൻവെസ്റ്റ്മെന്റിന് വലിയ വലിയ കമ്പനികൾ തയ്യാറായില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ഇതുപോലെ പ്രവർത്തിക്കുന്ന ചില ലോബികൾ, ചില സീനിയർ ഉദ്യോഗസ്ഥന്മാര്, ചില പരിസ്ഥിതിവാദികൾ, പിന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, ഇതെല്ലാം ഭയന്നുകൊണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് സ്ഥലത്തിന്റെ ദൗർലഭ്യം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പല സ്കീമുകൾ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിന് ആനുപാതികമായിട്ട് കുറച്ച് പണം കണ്ടെത്തേണ്ടി വരും. NH66 അടുത്ത കുറച്ച് മാസം കൂടി പൂർത്തിയാകും. അതിന് 4/1 25% 5800 ചില്ലാനും കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നിരിക്കുന്നു. അതിന് GST കുറച്ച് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ഏകദേശം ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഉൽപ്പന്നങ്ങളുടെ GST, അതിന് വേണ്ടുന്ന മെറ്റീരിയൽസിന്റെ GST കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാണിക്കുന്നത്, അത് മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന്റെ വ്യവസായ സൗഹൃദത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കണക്ടിവിറ്റിയാണ്. അത് റോഡ് ഗതാഗതമായാലും എയർപോർട്ട് ആയാലും റെയിൽവേ ആയാലും ഷിപ്പിംഗ് ആയാലും എല്ലാം. അപ്പോൾ ആ മേഖലയിലെല്ലാം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുമിച്ച് നിന്ന് വളരെ കൂടുതൽ വികസനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ, ബാർപ്പ്. ഈ ബാർപ്പ് അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളെയും 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടോപ്പ് അച്ചീവേഴ്സ്, ആസ്പേഴ്സ് ആൻഡ് എമർജിംഗ് ബിസിനസ്. ഇപ്പൊ കേരളത്തിന് ഇതിന്റെ ടോപ്പ് അച്ചീവേഴ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ പ്രയാസപ്പെടേണ്ടി വരും.
പക്ഷേ ഇവിടെ ഒരു ഈ നിക്ഷേപ സൗഹൃദമാക്കി എന്നുള്ള ഒരു പൊതുബോധം വരുവാനുള്ള പ്രധാന കാരണം CPM തന്നെയാണല്ലോ. അത് താങ്കളും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ അല്ലേ? ഒരു പൊതുബോധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിക്ഷേപ സൗഹൃദമായി മാറിയെന്ന്. അത് ഈ തുടർഭരണത്തിന്റെ ഭാഗമായിട്ട് CPM തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പൊതുബോധമാണല്ലോ. കാരണം CPM വിചാരിച്ചാലേ ആ പൊതുബോധം ഉണ്ടാവുകയുള്ളൂ. അല്ല, അത് മാത്രമല്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഈ ബിസിനസ് സൗഹൃദമായിട്ട് കാണുന്നത് നേരത്തെ അയാൾ പറയുന്നത് പോലെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു രീതി ഇപ്പോൾ ഇല്ല. ടീച്ചർക്കൊക്കെ നല്ലപോലെ അറിയാം. അത് വേൾഡ് ബാങ്ക് തന്നെ അബോളിഷ് ചെയ്ത കാര്യമാണില്ല. ഇപ്പോൾ കൂട്ടുന്ന വേറെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് 2 ബിസിനസ് സെൻട്രിക് ഫോംസ്, അതിനകത്ത് ഒറ്റയിനി യൂട്ടിലിറ്റി പെർമിറ്റ്സ് ആൻഡ് പേയിങ് ടാക്സസ്. രണ്ടാമത്തെ സിറ്റിസൺ സെൻട്രിക് റീഫോം ഏരിയ, ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റം ആൻഡ് സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ടു ലോക്കൽ ബോഡീസ്. ഇപ്പോൾ അതിനകത്ത് പല സ്റ്റാർട്ടപ്പ്, നമുക്കറിയാം 2021 ശേഷം 2,90,000 സ്റ്റാർട്ടപ്പുകളോട് തുടങ്ങി. അപ്പൊ ഇതിനകത്ത് എനിക്കും അറിയാം, എന്റെ വീട്ടിലും എന്റെ സഹോദരനും തുടങ്ങിയാണ്. ഇത് കംപ്ലീറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. പല ഓഫീസുകളിലും നമ്മൾ പോയി കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അതിന്റെ മെസ്സേജ് തരണം. പിന്നെ പല വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ കയറി ഇറങ്ങേണ്ടത് ആവശ്യമില്ല. അപ്പൊ വില്ലേജ് ഓഫീസ് മുതൽ അങ്ങ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് വരെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന്, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചെറിയ വ്യവസായം തുടങ്ങണമെങ്കിൽ പോലും പോകണമായിരുന്നു. ഇപ്പൊ വീട്ടിൽ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടർ അറിയാവുന്ന കമ്പ്യൂട്ടർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഓൺലൈൻ സിസ്റ്റം വന്നപ്പോഴത്തേക്ക്, ആ സിംഗിൾ വിൻഡോ സിസ്റ്റം വന്നപ്പം കൂടുതലായിട്ട് സ്റ്റാർട്ടപ്പുകൾ, അത് വളരെ കൊച്ചു കുട്ടികളൊക്കെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ വ്യവസായങ്ങൾ 10 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ എല്ലാം വരുന്നത് ഈ 2,90,000 അതിനകത്ത് വലിയ വൻകിട കോടികളുടെ വ്യവസായം ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ ഏതാണ്ട് 1.5 ലക്ഷം കോടി. അതിനകത്ത് പ്രധാനമായിട്ട് കേന്ദ്രത്തിന്റെ, അതിനകത്ത് വളരെയധികം എനിക്ക് അഭിമാനം തോന്നുന്ന കാര്യം, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ജയന്ത് ചൗധരി, നിതിൻ ഗഡ്കരി, അവർ വളരെയധികം ആശംസകൾ നേരുകയും റെയിൽവേക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യാവുന്ന പീയൂഷ് ഗോയലും റോഡ് വികസനത്തിന്. അപ്പോൾ കേന്ദ്ര അവഗണന എന്നൊക്കെ പറയുന്നത്, കേന്ദ്ര അവഗണന എന്നുള്ളത് ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു പ്രചാരണമാണ്. LDF സർക്കാരിന്റെ കാലത്ത് തുടക്കം മുതൽ തന്നെയുള്ള പ്രചാരണമാണ് കേന്ദ്ര അവഗണന എന്നുള്ളത്. 54,000 കോടിയുടെ കണക്ക് ഇപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടാണ് കേന്ദ്ര അവഗണന എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു അവഗണനയൊന്നും ഈ സമ്മിറ്റിൽ കണ്ടില്ല. അല്ലല്ല, ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ആ വേദിയിൽ കണ്ടത്. പീയൂഷ് ഗോയൽ മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള സന്ദേശം നൽകുകയായിരുന്നു. അപ്പോൾ ഈ കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് അത് വെറുതെയുള്ള പ്രചാരണം മാത്രമാണെന്നുള്ളൊരു ബോധ്യം കൂടി വരികയാണ്. അതിനകത്ത് വേറെ കാര്യമുണ്ട്. അത് ടീച്ചർക്കൊക്കെ നല്ലപോലെ കണക്കറിയാം, സാമ്പത്തിക ശാസ്ത്രജ്ഞല്ലേ. ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഭാഗമാണ്. കേന്ദ്രം നേരത്തെ മൊത്തം ടാക്സ് വരവിന്റെ 41% സംസ്ഥാനം കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അത് 36% കുറച്ചു. 5% എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വ്യത്യാസം വരും. അതെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. കേരളത്തിൽ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ കാര്യങ്ങളാണ്. അതിന്മേലുള്ള ഒരു പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ശ്രീ TP ജയചന്ദ്രൻ, കേരളത്തെ അഭിനന്ദിക്കേണ്ടി വന്നിരിക്കുകയാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ 3 കേന്ദ്രമന്ത്രിമാർക്ക്, ഇല്ലേ? അത് കണ്ടതാണ്. 4 പേർക്ക്, ജോർജ് കുര്യനും ഇന്ന് വന്നപ്പോൾ അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ചില്ലറയല്ല കേരളം നേടിയിരിക്കുന്ന വികസനം. കേൾക്കുന്നില്ല ശ്രീ ജയേന്ദ്രൻ, കേൾക്കുന്നില്ല, മ്യൂട്ടാണേ. മഞ്ജുഷ്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും നടക്കാത്തതിനേക്കാൾ നല്ലത് അല്പമെങ്കിലും വൈകി ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ വൈകി കേരളം എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, പ്രകൃതിയുടെ അനുഭവ വേദ്യമായ പ്രത്യേകതകൾ, ഏറ്റവും നല്ല മനുഷ്യാധ്വാന ശേഷിയും സാങ്കേതിക ജ്ഞാനവുമുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഈ തരത്തിൽ വികസനത്തിന് ആവശ്യമായ എല്ലാം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നാം ജീവിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനം ഇത്തരം വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്ന വിശ്വാസം എനിക്കില്ല. എന്റെ ഓർമ്മയിൽ 1980-കളുടെ അവസാനം, 86 87 ആണെന്നാണ് എന്റെ ഓർമ്മ, AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് വെച്ച് ഡോക്ടർ KN രാജും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും തമ്മിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ സെമിനാർ നടന്നു കേരള വികസനത്തെ കുറിച്ച്. വലതുപക്ഷ സാമ്പത്തിക വീക്ഷണം പുലർത്തുന്ന ഡോക്ടർ KN രാജു, ഇടതുപക്ഷ സൈദ്ധാന്തികനായ EMSഉം ഒരു കാര്യത്തിൽ ഇവർ രണ്ടുപേരും 1980-കളുടെ അവസാനത്തിൽ യോജിപ്പിലെത്തി. കേരളം ഇന്ന് നേടിയിരിക്കുന്ന, അല്ലെങ്കിൽ അന്ന് നേടിയിരിക്കുന്ന വികസനത്തിന്റെ നാമ്പുകൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധ്യമല്ല. കാരണം അടിസ്ഥാന ഉൽപാദന മേഖലകളായ കൃഷിയും വ്യവസായവും തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിനും, കേരളം പോലുള്ള സംസ്ഥാനത്തിനും മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന കണ്ടെത്തലുകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ കേരളം പിന്നീട് അങ്ങോട്ട് കണ്ടത് എന്താണ്?
രാഷ്ട്രീയ വരട്ടുവാദവും ഉദ്യോഗസ്ഥ ഭീകരതയും തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെതായ ഒരു ഭീകരഭാവവും ചേർന്ന് കേരളത്തെ വ്യവസായ സൗഹൃദമല്ലാതാക്കി മാറ്റുകയും കേരളത്തിലെ വികസനത്തിന് തരംഗം വെക്കുകയും ചെയ്തു. അതിന് സി ബൽദേവിനെ പോലുള്ള ആളുകളുടെ സംഭാവനയും കുറച്ചൊന്നുമല്ല തുറന്നു കാണിക്കണം. ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഈസ് ഓഫ് ഡൂയിങ് എന്നുള്ളത് 5 വർഷമായി നിലവിലില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ വേദിയിൽ വന്ന് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് മാത്രമായിരുന്നു. നോക്കൂ, ഇതിനിടയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നയമാറ്റങ്ങളെ കുറിച്ച്. ഞാനിവിടെ എന്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, സർ, അത് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. പക്ഷെ ആ സംസ്ഥാനങ്ങളൊക്കെ അതിനോട് സഹകരിച്ചും അവരുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ കൂടെ നിന്നുകൊണ്ട് മറികടക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഇപ്പൊ ബൽദേവ് തന്നെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തും. എന്താണത്? ദേശീയപാത വികസനത്തിൽ 25% തുക കേരളം കൊടുക്കണം. വേണ്ട സർ, കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൽ 75% കേന്ദ്രം തരാം. കേരളം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 25% തുക മാത്രം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തന്നാൽ മതി. അതും പറ്റില്ലെന്ന് പറഞ്ഞു. ശരി, ഗഡ്കരി പറഞ്ഞു വേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ 1 രൂപ മുടക്കുമ്പോൾ 2 രൂപ 65 പൈസയായിട്ട് അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരിച്ചു നൽകും. അതുകൊണ്ട് ഈ ഒരു ചെറിയ സൗകര്യം ചെയ്യുന്നത് കേരളത്തിൽ വലിയ വികസനത്തിനാക്കം കൂട്ടും. ഒരു പരിധി വരെ നമ്മൾ കാണുന്നത് ഈ കേരളത്തിൽ ഈ പ്രഖ്യാപനം കൊണ്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ 4 മന്ത്രിമാരുടെ പ്രഖ്യാപനം കൊണ്ടോ എല്ലാം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാംസം മാത്രം ഭക്ഷിച്ച് ശീലിച്ചവൻ ഒരുപക്ഷെ വെജിറ്റേറിയനായി മാറാൻ അല്പസമയം പിടിക്കും. അതാകാം ഒരുപക്ഷെ ഇടതുപക്ഷ സഹയാത്രികർക്ക് പോലും ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത്. നോക്കൂ, 2011 ശേഷം 6 ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റുകളും 4 ലോക കേരള സഭകളും സംഘടിപ്പിച്ചു. ഏറ്റവും അവസാനം 2022 26 പദ്ധതികളിലായിട്ട് പ്രോജക്റ്റുകളിലായിട്ട് 22,622 രൂപ 70 ലക്ഷം കോടി രൂപ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. പക്ഷെ ഇന്ന് ലഭ്യമായ വിവരം വെച്ച് അത് മുഴുവൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ഒന്നുകിൽ അത് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികളിലേക്ക് ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കേരളത്തിലെ ഭാവി തലമുറയിൽ കേന്ദ്ര ഗവൺമെന്റ് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകരുത്. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവർക്കും ഒപ്പമുള്ള എല്ലാവരുടെയും വികസനമാണ് ഒരു ഗവൺമെന്റ് ലക്ഷ്യം. അത് ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ചേർന്ന് നിൽക്കാൻ ഇടതുപക്ഷം തയ്യാറാകുമോ? താങ്കൾ അതിൽ സംശയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തായി കഴിയുമ്പോൾ ഈ നയം മാറുമെന്നുള്ള സംശയമാണോ താങ്കൾ പ്രകടിപ്പിക്കുന്നത്? അതെ, ഞാൻ അത് മാത്രമല്ല, നോക്കൂ, ഇന്നത്തെ സബ്മിറ്റിൽ വന്നിരിക്കുന്നത് നയമാറ്റം ഉണ്ട് CPM-ന്റെ ഭാഗത്ത്. ഗതികേട് കൊണ്ടാവാം ഒരുപക്ഷെ. കാരണം ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ബോധ്യമാവാം. പക്ഷെ അവിടെയും പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും തമ്മിൽ സമരസപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ഭയക്കുന്നു. മഞ്ജുഷ്, നോക്കൂ, കേരളത്തിൽ ഇപ്പൊ തന്നെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം തകർന്നു പോയ, സമ്പൂർണമായി തകർച്ചയ്ക്ക് ഉത്തരവാദി ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ചരിത്രത്തിലെ ഉയർന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. വികസനത്തിന് ആവശ്യമായ തുക നൽകാൻ ആവശ്യമായ വിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല. നികുതി പിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. പിടിക്കാത്ത നികുതിയുടെ കണക്കുകൾ പോലും കൺട്രോൾ ഓഡിറ്റെന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ, എന്നിട്ടും ധൂർത്ത് കേരളം അവസാനിപ്പിച്ചോ? ഒരു ഉപകാരവും ഇല്ലാതെ ഡൽഹിയിൽ കഴിയുന്ന ഒരു ലൈസൺ ഓഫീസർക്ക് KV തോമസിന് 3 ഇരട്ടിയധികം തുക അനാവശ്യമായിട്ട് അദ്ദേഹം പോലും ആവശ്യപ്പെടാതെ എഴുതി കൊടുക്കുന്നു. PSC മെമ്പർമാർക്ക് ലോകത്തൊരിടത്തും ഇല്ലാത്ത തരത്തില് വർദ്ധിച്ച ധൂർത്ത് നടക്കുന്നു. കേരളത്തിലെ ഒരു ഉപകാരവും ചെയ്യാത്ത പ്രീഡർമാർക്ക് അവർക്കുള്ള സംഭാവന നമുക്കറിയാം. അതൊക്കെ ഒരു സന്നിഗ്ധ ഘട്ടത്തില് സ്വകാര്യമായ വക്കീലന്മാരെ നിശ്ചയിച്ചിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവർ പാഠം പഠിക്കുന്നുണ്ടോ, പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നുണ്ടെന്ന സംശയം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രിമാർക്ക് നല്ല അഭിപ്രായമാണ്. ഈ റോഡ് വികസനത്തിന്റെ കാര്യത്തിലായാൽ പോലും ഗഡ്കരിക്കൊക്കെ നല്ല അഭിപ്രായമാണ് കേരളത്തെ പറ്റി. ഞാൻ പറഞ്ഞില്ലേ മഞ്ജുഷേ, കേരളത്തിലെ നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് കാണുകയും കേരളത്തെ ഇന്ത്യയുടെ ഭാഗമായി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ ഞാൻ മഞ്ജുഷിനോട് പറയാം. കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തെ കേരളത്തിന് വേണ്ടി മാത്രം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തുറമുഖമായിട്ടല്ല നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഇറക്കുന്ന ചരക്കുകൾ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ, കുറഞ്ഞ ചെലവിലും ഉയർന്ന വേഗതയിലും ഇന്ത്യയുടെ നാനാഭാഗത്തും എത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ്. മഞ്ജുഷ്, കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി 60,000 കോടി രൂപ ഇപ്പൊ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതിനെ കുറിച്ച് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞു.
നോക്കൂ, ഈ കേരളത്തിന്റെ കണക്ടിവിറ്റി വളർന്നു വരേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. കേരളത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് വികസിക്കാൻ സാധ്യമല്ല. വിഴിഞ്ഞം തുറമുഖം സമ്പൂർണ്ണമായ തലങ്ങളിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ ഈ ചരക്ക് നീക്കത്തെ ദ്രുതഗതിയിലാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ്. കേരളത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ വികസനം ദ്രുതഗതിയിലാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ രാഷ്ട്രീയപരമായ ചേരിതിരിവുകൾ നമ്മുടെ വികസനത്തിനൊരു തടസ്സമാകരുത് എന്ന ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ചില സൂചനകൾ ഞാൻ പറഞ്ഞു. നോക്കൂ, ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്ത മഞ്ജുഷ്, വിദ്യാഭ്യാസത്തില് NEP ശക്തമായി എതിർക്കുന്ന കേരളത്തില് ഗുജറാത്ത് മോഡൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള വിദ്യാസമീക്ഷാ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ കേരളം തയ്യാർ തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, മറ്റൊന്നും കൂടി, നവകേരളത്തിനുള്ള വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പുതിയ പഠനം അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളിൽ കൃത്യമായിട്ട് പ്രത്യയശാസ്ത്ര വരട്ടുവാദം ഉപേക്ഷിക്കണം എന്ന് പിങ്ങന്തരേണ പറയുന്നു. അപ്പൊ ഇതൊക്കെ ഒരു നയമാറ്റമാണെങ്കിൽ മാത്രമല്ല, ഒന്നും കൂടെ നമ്മുടെ മുമ്പിൽ ഇല്ലേ മനുഷ്യ, ലോകത്തെവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ജനങ്ങൾക്ക് ക്ഷേമഭരണം നൽകിയതായിട്ട് നമ്മുടെ മുമ്പിലുണ്ടോ? 36 കൊല്ലം ഭരിച്ച ബംഗാളിലെ ദുസ്ഥിതി, 24 കൊല്ലം ഭരിച്ച ത്രിപുരയുടെ ദുസ്ഥിതി കേരളത്തിൽ കഴിഞ്ഞ 5-8 കൊല്ലം കൊണ്ട് അനുഭവിച്ചു തുടങ്ങുമ്പോൾ രാഷ്ട്രീയ വരട്ടുവാദം ഉപേക്ഷിക്കാൻ ഒരു കക്ഷി തയ്യാറായി മുന്നോട്ട് വരുന്നെങ്കിൽ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? പിന്നെ വരുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്ര വരട്ടുവാദം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ എത്ര കാലം എന്നുള്ള ചോദ്യമാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുത്തിരിക്കുകയാണ് ഇടത് സർക്കാർ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും വാഗ്ദാനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നിക്ഷേപിക്കാൻ, കേരളത്തിൽ നിക്ഷേപിക്കാൻ തടസ്സമുണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിലാണല്ലോ ഈ നിക്ഷേപകർ വരുന്നത്. അതിനെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രതിപക്ഷം അതിന് പിന്തുണ നൽകിയതും. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ വ്യവസായ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആകെയുള്ള വികസനത്തെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിക്കുന്നതുമാണ്. ഒരിക്കലുമല്ല. കാര്യം അങ്ങയുടെ ഈ ചർച്ചയുടെ കാർഡ് തന്നെ കേരളം വ്യവസായ സൗഹൃദമായോ എന്നല്ല, മറിച്ച് CPM നിക്ഷേപ സൗഹൃദമായോ എന്നാണ്. ഞാൻ അതിനെ പൂർണ്ണമായി ഓൺ ചെയ്യുകയാണ് ശ്രീ മഞ്ജുഷ്. കേരളത്തിനല്ല പ്രശ്നം, ഒരു കാലത്തും കേരളത്തിനായിരുന്നില്ല പ്രശ്നം. പ്രശ്നം മുഴുവൻ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട്, വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് CPM-നാണ്. CPM അതിൽ നിന്ന് മാറി ചിന്തിച്ചെങ്കിൽ നല്ല കാര്യം. പക്ഷെ CPM അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് കിറ്റെക്സിന് ഇവിടെ നിന്ന് പൂട്ടിപ്പോകേണ്ടി വന്നത്. മുത്തൂറ്റ് അനുഭവിച്ചത് പാലായിൽ, എന്റെ നാട് പാലായിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പൂട്ടിപ്പോയത് CPM അധികാരത്തിൽ ഇരിക്കുമ്പോൾ CPM സമരം ചെയ്തപ്പോഴാണ്. അങ്ങനെ CPM അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന അത്ര തീവ്രതയില്ലെന്നേ ഉള്ളൂ. എല്ലാ കാലത്തും അവർ വ്യവസായികൾക്കെതിരായിരുന്നു. ഇപ്പോഴവർക്ക് മാറ്റം ഉണ്ടായെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്, സുസ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ആ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, ഇന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യും. എല്ലാ കാലത്തും കേരളത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ല് ആയി മാറിയിട്ടുള്ളത് കോൺഗ്രസിന്റെ തീരുമാനങ്ങളാണ്. നോക്കൂ, ഇന്ന് ജോയി ആലുക്കാസ് ആ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഹർത്താൽ ഉണ്ടായിട്ടില്ല. ആ ഹർത്താൽ ഉണ്ടാവാത്തത് തന്നെ, ഒരു ദിവസം ഹർത്താൽ ഉണ്ടാകുമ്പോൾ പ്രതിദിന നഷ്ടം കോടികളാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച്. ആ നഷ്ടം 7 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാത്തത് കേരളം നിക്ഷേപ സൗഹൃദമാകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആർക്കാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്രീ മഞ്ജുഷ്? CPM-നാണോ? CPM ഇവിടെ ഒരു തരത്തിലുള്ള ഹർത്താലിന് സ്വാഗതം ഒരുക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നിട്ടാണോ? CPM ഭരണപക്ഷത്തായതുകൊണ്ടാണ്, CPM ഭരിക്കുന്നത് കൊണ്ടാണ്. കാരണം പ്രതിപക്ഷത്ത് UDF ആണ്, അതുകൊണ്ട് ഹർത്താൽ ഉണ്ടാവുകയില്ല. അതാണ് മുഖ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്, മുഖ്യമന്ത്രിയുടെ മകൾക്ക്, മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിച്ചനെതിരെ അടക്കം അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പര വന്നിട്ടും ഞങ്ങൾ ഒരു ഹർത്താൽ നടത്തി ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ലേ തരേണ്ടത്? എന്നാൽ ഞങ്ങൾ സമരമുഖത്ത് ലൈവായിരുന്നു. ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെയൊക്കെ സമരങ്ങൾ നടത്തുമ്പോഴും കേരളം മുഴുവൻ അടച്ചിട്ട് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ തച്ചു തകർക്കുന്ന രീതിയിൽ സമരം ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഞങ്ങളാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് നാളെ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ നയം സ്വീകരിക്കണമെന്ന്. അതാണ് CPM-നോട് ഞങ്ങൾക്ക് പറയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. പ്രതിപക്ഷത്താകുമ്പോൾ ഈ നയം പിന്തുടരുവാൻ CPM തയ്യാറാകുമോ ഇല്ലയോ എന്നാണ്. ഈ മാനസികാവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. കേരളം നിക്ഷേപ സൗഹൃദം അല്ല എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന്. ആ ചോദ്യം സ്വയം ചോദിക്കുകയല്ലേ വേണ്ടതെന്നാണ്. കാരണം ഇങ്ങനെ ഒരു നിക്ഷേപ സൗഹൃദം അല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയത് ആരാണ്?
ഇതേ ആളുകൾ തന്നെയല്ലേ? തീർച്ചയായും എന്നോടാണല്ലോ അല്ലെ? അതെ അതെ, തീർച്ചയായും. ഞാനപ്പോ ഈ നിക്ഷേപ സൗഹൃദമാണ് അല്ല എന്ന് കോൺഗ്രസ് ആണ് പറഞ്ഞത് എന്ന് പറയുമ്പോ ഞാൻ പ്രിയപ്പെട്ട സഹാവ് പിണറായി വിജയനോടും CPM-ന്റെ പാനലിസ്റ്റിനോടും ഒരു കാര്യം ചോദിക്കട്ടെ. സാജനെ അറിയാമോ? ആന്തൂർ സാജനെ അറിയാമോ? സുഗതനെ അറിയാമോ? തിരുവനന്തപുരം സുഗതനെ അറിയാമോ? സാജനെയും സുഗതനെയും ഒക്കെ ഉണ്ടാക്കിയത് ആരാണെന്നേ? 10 കോടിയുടെ നിക്ഷേപവുമായിട്ടാണ് മസ്കറ്റിൽ നിന്ന് സാജൻ വന്നത്. 10 കോടിയുടെ നിക്ഷേപം. ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അവർ തച്ചു ചേർത്തു, സുഗതനെ തച്ചു ചേർത്തു. അങ്ങനെ സംസ്ഥാന തൊട്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ വ്യവസായവുമായി വരുന്നവർ ഇവർക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവരെ തച്ചു ചേർക്കുക. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആര് വന്നാലും, ഒരു പെട്ടിക്കട മുട്ടായി കമ്പനി വന്നാൽ അതിനെ തകർക്കുക. പ്രശ്നം ചുമപ്പ് നാടയിൽ മാത്രമല്ല. ഇന്ന് വ്യവസായ മന്ത്രി വലിയ വായിൽ പറയാണ് ഇനി ചുമപ്പ് നാട ഉണ്ടാവില്ല. ചുമപ്പ് നാട മാത്രമല്ല പ്രശ്നം, ചുമപ്പൻ കൊടിയും പ്രശ്നമാണ് വ്യവസായത്തിന് മുമ്പിൽ. വ്യവസായം നടത്തണമെന്ന് ആഗ്രഹിച്ച് ഒരു പെട്ടിക്കട തീപ്പെട്ടി കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നാട്ടിൽ വരുന്നവന്റെ മുമ്പിൽ ചുമപ്പൻ കൊടിയുമായി ഇറങ്ങി നിന്നവർ ആരൊക്കെയാണ് എന്ന് അവർ സ്വയം തീരുമാനിക്കണ്ടേ? ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞു, വിഴിഞ്ഞം മുതൽ വിഴിഞ്ഞം പദ്ധതി വന്ന കാലം മുതൽ അതിനെ അടക്കം തച്ച് തകർക്കാൻ വേണ്ടി, തകർത്ത് കളയാൻ വേണ്ടി പല തരത്തിലുമുള്ള ഗൂഢാലോചനകൾ നടന്നു. മഞ്ജുഷിന് ഓർമ്മയുണ്ടാകുമല്ലോ, ബലദേവ് സച്ചിദാനന്ദന് ഓർമ്മയുണ്ടാവില്ല. വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ കടലോളം അഴിമതി, കടല് മുങ്ങിപ്പോകുന്ന അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. വിഴിഞ്ഞം പോർട്ട് വന്നാൽ അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അഴിമതിയുടെ നിലയില്ലാ കയത്തിലേക്ക്, അത്രമാത്രം വലിയ കോടികളുടെ അഴിമതിയാകുമെന്ന് പറഞ്ഞ് ആദ്യം സമരത്തിലേക്ക് വന്നത് ആരാണ്? പിണറായി വിജയൻ ഗവൺമെന്റാണ്. രണ്ടാമത് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് വിഴിഞ്ഞം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടത്തിയ ടേംസ് ഓഫ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മാറ്റം വരുത്തിയാണ്. ശരി വസന്ത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിക്ഷേപകർക്കും താല്പര്യം CPM ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്നതാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ ഭരണത്തിലേക്ക് വരുന്നതിനെ വ്യവസായികൾ താല്പര്യപ്പെടാത്തതിന് കാരണം ആ സമയമാകുമ്പോഴേക്കും CPM-ന്റെ നയം ഇതല്ലാതായി തീരും എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു നെഗറ്റീവ് ഫാക്ടർ കൂടിയാണ്. ശ്രീമതി മേരി ജോർജ്, സംശയമുണ്ടോ CPM ഈ വ്യവസായ സൗഹൃദ നയം അല്ലെങ്കിൽ നിക്ഷേപ സൗഹൃദ നയം തുടരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിപക്ഷം ഭരണത്തിലെത്തിയാൽ അവർ ഈ നയം മുഴുവനും തുടച്ചു മാറ്റും. പഴയതുപോലെ തന്നെ ആ ലേബർ മിലിറ്റൻസിയെ അവർ സർവ്വവിധേനയും പ്രോത്സാഹിപ്പിക്കും. മഞ്ജുഷ, അത് പ്രോത്സാഹിപ്പിക്കും എന്നതിന് എന്താണ് തെളിവ് വേണ്ടത്? ഇന്നലെ തന്നെ ഈ വ്യവസായ മീറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ സംഭവിച്ചത് പോലീസുകാരെ പൂട്ടിയിട്ട കാര്യങ്ങൾ വരെ നമ്മൾ കേട്ടില്ലേ? അത് കണ്ടാൽ തന്നെ ഏത് വ്യവസായിക്കാ ഭയം? അത് മാർക്സിസ്റ്റുകാർ ഭരിക്കുമ്പോഴാണെന്ന് ഓർക്കണം, CPIM ഭരിക്കുമ്പോൾ. അപ്പോൾ അവർ ഭരണരംഗത്തല്ല, അവർ പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിൽ ഇന്നലെ ആ പൂട്ടിയിട്ട പോലീസുകാരെ അവർ നിർദ്ദയം കൊന്നേനെ. കാരണം അതുകൊണ്ട് വരുന്നത് എന്തും ഞങ്ങൾ നേടിക്കൊള്ളാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. നമുക്കറിയാം വ്യവസായം തുടങ്ങിയ, അതായത് UDF-ന്റെ കാലത്ത് അല്ല, ഈ LDF-ന്റെ കാലത്ത് തന്നെ തിരുവാർപ്പിൽ വ്യവസായം തുടങ്ങിയ വ്യവസായിയുടെ ചെകിട്ടത്തടിച്ചപ്പോൾ കോടതി എന്താ പറഞ്ഞത്? കോടതിയുടെ ചെകിട്ടത്താണ് അടി കൊണ്ടതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എത്രയെത്ര അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? കോവിഡ് കാലത്ത് വട്ടിയൂർക്കാവിലേക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രക്കിൽ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വണ്ടി വട്ടിയൂർക്കാവിൽ തടഞ്ഞിട്ടത് മഞ്ജുഷ് ഓർക്കുന്നുണ്ടോ? ഒരു പകൽ മുഴുവൻ നോക്കുകൂലി ചോദിച്ച് അത് അവിടെ തുറന്നിട്ടു. അതുപോലെ വേറൊരു അനുഭവമുണ്ട്. ISROയിലേക്ക് ടൂൾസുമായിട്ട് വന്ന ഒരു കണ്ടെയ്നർ, അത് പ്രത്യേക പരിശീലനമുള്ളവർക്ക് മാത്രമേ ഇറക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ സ്വന്തം തൊഴിലാളികൾ ഇറക്കിയപ്പോഴേക്കും നമ്മുടെ യൂണിയനുകൾ അവിടെ നോക്കുകൂലി ചോദിച്ചു നിന്നു. അപ്പം ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? മാർക്സിസ്റ്റ് തിയറികളിൽ എവിടെയും പറഞ്ഞിട്ടില്ല നോക്കുകൂലി ചോദിക്കണമെന്ന്. ടെക്നോളജിയിൽ താഴേക്ക് പോകുമ്പോൾ, പുറകിലാകുമ്പോൾ റീസ്കിൽ ചെയ്ത് ടെക്നോളജി സ്വായത്തമാക്കി നിങ്ങൾ പണിയും എന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഈ നേതാക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അണികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ ISROയുടെ കാര്യത്തിലും കോടതി ചോദിച്ചു. കോടതി പറഞ്ഞു ഒരു കാരണവശാലും ഇങ്ങനെ ഇടപെടാൻ പാടില്ല തൊഴിലാളി യൂണിയനുകൾ എന്ന്, അവരെ നിലയ്ക്ക് നിർത്തണമെന്ന് അന്നും കോടതി പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഈ ഭരണകാലത്താണെന്ന് ഓർക്കണം, LDF-ന്റെ ഭരണകാലത്ത്. അന്ന് നടന്ന സംഭവം അങ്ങനെയാണെങ്കിൽ LDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അത് തന്നെയാണ് 1960-കൾ മുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ 1960-കളിൽ ഇതിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു.
അന്ന് ജന്മി കുടിയാൻ ബന്ധം ഈ കുടിയാന്മാർക്ക് അഥവാ തൊഴിലാളികൾക്ക് എതിരായിരുന്നു. അത് മാറ്റിയെടുക്കണമായിരുന്നു. അത് തീർച്ചയായിട്ടും അന്ന് പിന്നെ മാർക്സിസ്റ്റ് CPIയും എമ്മും CPIയും ഒക്കെ ഒരുപാട് സഹായിച്ചു. പക്ഷെ ഇപ്പോഴതല്ലെന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ ആ ലേബർ മിലിറ്റൻസി, അതായത് ഇവരെന്താ ഈ പിന്നെ തൊഴിലാളി യൂണിയനുകൾ വിചാരിക്കുന്നത്, മുതൽ മുടക്കുന്നവൻ ശത്രുവാണ് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഈ ലേബർ മിലിറ്റൻസി ഈ തരത്തിൽ തുടർന്നു പോരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയത്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന ഈ വാക്കുകൾ വ്യവസായ സൗഹൃദമായി, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് മന്ത്രി രാജീവിൻ്റെ വാക്കുകൾ തന്നെ ഓർക്കാം. അദ്ദേഹം 2022-23 കേരള ഓൺട്രപ്രണേഴ്സ് വർഷമായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ആഘോഷിച്ച സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു 2022 തിരുവോണത്തിന് മുൻപ് ബയോ പാർക്കുകൾ വരും. ആ ബയോ പാർക്കുകളിൽ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്, അതായത് നേരിട്ട് ഭക്ഷണം ഭക്ഷിക്കാവുന്ന തരത്തിലും കുക്ക് ചെയ്ത് ഭക്ഷിക്കാവുന്ന തരത്തിലുമുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൊണ്ടുവരും, വ്യാപകമായി കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പ്രോമിസ് ചെയ്തത്. പക്ഷേ ആ ഓണവും കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ ഓണമായി ഇപ്പോൾ വീണ്ടും കഴിഞ്ഞത്. ഇതിലൊന്നും ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങൾ വന്നില്ല. അപ്പം മന്ത്രി രാജീവിന് പോലും ബയോ പാർക്കുകൾ എന്ന പ്രോമിസ്, അതും ഡോക്ടർ ഐസക്കിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ബയോ പാർക്കുകൾ. എന്നിട്ട് ഇതുവരെ ആ ബയോ പാർക്കുകൾ സാർത്ഥകമാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഈ ഗവൺമെൻറ്. അതായത് മുഖം മിനുക്കി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ വരികയാണല്ലോ, അപ്പോഴേക്ക് ഞങ്ങൾ വ്യവസായ സൗഹൃദമാക്കും എന്നൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ കാണാം ഈ വ്യവസായ അതായത് മീറ്റിൻ്റെ വലിയ PR വർക്കുകൾ, മുഖമിനുക്കൽ പരിപാടികളുടെ ഭാഗമായി ഇതൊക്കെ ഇനി എല്ലാ ചാനലുകളിലും പർവ്വതീകരിച്ച് കാണിക്കും. എന്തിനാണ്? ജനങ്ങളിൽ ഒരു ഇംപ്രഷൻ കൊടുക്കുക. LDFൻ്റെ കാലത്ത് വ്യവസായ സൗഹൃദമായിരുന്നു ഇവിടെ കേരളം അങ്ങ്. പക്ഷേ അപ്പോഴൊന്നും ഇവിടുത്തെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. അതായത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ, ക്ഷേമ പെൻഷൻ കിട്ടാതെ നടക്കുന്ന പാവപ്പെട്ട കണ്ണീരുമായി കഴിയുന്ന പാവപ്പെട്ടവരുടെ ആ ദുരിതമൊന്നും അല്ല. അപ്പം മനുഷ്യർ ഓർക്കുക, ഓ ഗവൺമെൻറ് ഇതൊക്കെ ചെയ്തല്ലോ, ഇതൊക്കെയല്ലേ അടയാളങ്ങൾ ഒരു നല്ല ഗവൺമെൻറ്റിൻ്റെ എന്ന രീതിയിൽ ജനങ്ങൾ എടുക്കും. അങ്ങനെ ജനങ്ങളെ പുകമറ സൃഷ്ടിച്ച് വീണ്ടും അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനിലും ഒക്കെ മുന്നോട്ട് വരിക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ബിസിനസ് മീറ്റ് നടത്തി ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത്. അതായത് ഒരു PR വർക്കിന്റെ ഭാഗം കൂടിയാണിതെന്നാണ് ശ്രീമതി മേരി ജോർജ് പറയുന്നത്. അതുപോലെ അവർ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, ലേബർ മിലിറ്റൻസി എന്നുള്ള വാക്ക്. അത് ഈ പൊതുസമൂഹം ഏറെ ആശങ്കയോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ടീച്ചർ പറയുന്നതും തർക്കിക്കാൻ ഞാൻ ആളല്ല. കാരണം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലുണ്ടായിരിക്കുന്ന ലേബർ പ്രോബ്ലങ്ങൾ ചെറുതല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും രൂക്ഷമായ ലേബർ പ്രോബ്ലങ്ങളും പല വ്യവസായങ്ങളും ഇവിടെ നിർത്തിപ്പോയിട്ടുണ്ട്, അല്ലാതെ തർക്കിക്കുന്നില്ല. പക്ഷേ ഗവൺമെന്റ് ആദ്യം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. പിന്നെ വിഴിഞ്ഞം ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വയബിലിറ്റി ഫണ്ടുണ്ട്. ആ ഫണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് ഗ്രാൻഡായിട്ടാണ്. കേരളത്തിന് മാത്രം നൽകാമെന്ന് പറഞ്ഞപ്പോൾ 2 കണ്ടീഷൻസ് വെച്ചു. ഒന്ന്, അടുത്ത ഇത്ര വർഷത്തേക്ക് ലാഭത്തിന്റെ വീതം നൽകണം, ഈ പണം പലിശ സഹിതം തിരിച്ചയക്കണം. അത് ഞാൻ പറയാതെ തന്നെ ബഹുമാനപ്പെട്ട ടീച്ചർക്കും മഞ്ചേഷ് നമ്മൾ 2-3 വട്ടം ചർച്ച ചെയ്താണ് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട്. ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ മാഷും അതറിയാവുന്നതാണ്. കേരളത്തിന് മാത്രമേ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നുള്ളൂ. ആ ഫണ്ട് തിരികെ തരണമെന്നും ലാഭവിഹിതം തരണമെന്നും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആ ഫണ്ടുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിൽ വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകുകയാണ് കേന്ദ്ര സർക്കാർ. അല്ല, ഞാൻ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ മാഷ് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു പോയെന്നുള്ളത്. നമ്മൾ നേരത്തെ ഒത്തിരി ചർച്ച ചെയ്തതാണ്. ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് 2-3 ചാനലുകൾ ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ടീച്ചർക്കൊക്കെ നല്ലപോലെ അറിയാം. അപ്പൊ ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ആദ്യം നമ്മൾ ചെയ്ത് എന്താ, നിയമപരമായ ഭേദഗതികൾ വരുത്തി. ഞാൻ നേരത്തെ അത് പറഞ്ഞു. പ്രധാനമായിട്ട് 2 സെൻട്രിക് റിഫോംസ് ഉണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞു. നേരത്തെ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു കൊച്ചൊരു ഒരു മുറി കട നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പോലും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും മറ്റു ഓഫീസുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ പോയി നിൽക്കണമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത ഏതൊരു വ്യവസായം തുടങ്ങുന്നതിനും ഇങ്ങനെയുള്ള നൂലാമാലകൾ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ഒരു ഓൺലൈൻ സബ്മിഷനിലൂടെ വ്യവസായം തുടങ്ങുന്ന രീതിയിലേക്ക് മാറി. ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു, എല്ലാത്തിനും പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട, വില്ലേജിന്റെ അംഗീകാരം വേണ്ട. ആ അംഗീകാരം ഒന്നും ഇല്ലാതെ തന്നെ വെറുതെ ഒരു വ്യവസായമായിട്ട് മുന്നോട്ട് വന്നത്. മറ്റൊന്ന്, കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും ദുർഘടമായ ഒരു കാര്യം അവർക്ക് അവൈലബിലിറ്റി ആയിരുന്നു, ലാൻഡിന്റെ അവൈലബിലിറ്റി.
ആ ലാൻഡ് അവൈലബിലിറ്റി ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്നവർക്ക് ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള വസ്തു തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലീസിന് കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം, പണ്ടൊരിക്കൽ BMW വന്നിട്ട് പോയത് ഇവിടെ നമുക്ക് അവർക്ക് 60 ഏക്കറോ 80 ഏക്കറോ എങ്ങാണ്ട് വസ്തു വേണമെന്ന് പറയുമ്പോൾ അനുയോജ്യമായ സ്ഥലമില്ലായിരുന്നു. അത് തമിഴ്നാട്ടിലേക്ക് പോയി. വസ്തുവിന്റെ അവൈലബിലിറ്റി ആണെന്ന് പ്രശ്നം. മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളം വിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 100 കണക്കിന് കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഒരു വീടോ കാണുക. അത്രയും വസ്തു ഇങ്ങനെ കിടക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് വസ്തുവിന്റെ അവൈലബിലിറ്റി വളരെ കുറവുള്ളത്. പക്ഷെ ഗവൺമെന്റ് തന്നെ അവർക്ക് എത്ര വർഷത്തേക്കാണ് ലീസിന് വേണ്ടത്, ആ വൻകിട വ്യവസായങ്ങൾ തുടങ്ങാൻ ലാൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ലീസ് വാങ്ങിച്ചുകൊണ്ട് ആ ലാൻഡ് കൊടുക്കും, ലീസ് എഗ്രിമെന്റിൽ കൊടുക്കും, അത് തുച്ഛമായ വാടകയിൽ വാങ്ങി കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വ്യവസായികൾ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ പറഞ്ഞല്ല, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഇന്നലകളിൽ നമുക്ക് ശരിയാണല്ലോ, ആനുകാലികമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ സാമൂഹിക രീതികൾക്കനുസരിച്ച് നമ്മുടെ നയങ്ങളും ജീവിത രീതികളും പ്രവർത്തനങ്ങളും മാറണം. ഇടതുപക്ഷ ഗവൺമെന്റ് ആ രീതിയിലേക്ക് ഒരു ചിന്താഗതിയിലേക്ക് വന്ന് കേരളത്തിൽ പരമാവധി വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ മാഷ കേന്ദ്രമന്ത്രിമാർ തന്നെ അംഗീകരിച്ചു. വ്യവസായ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ, CPM-ന് നേരം വെളുക്കുമ്പോൾ മാത്രം കേരളത്തിൽ എന്തെങ്കിലും നടന്നാൽ മതി എന്നാണ് ആ ഒരു പൊതുബോധം. ഇപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കും വ്യവസായ വികസനം വരുന്നതിനെ, പക്ഷെ അത് CPM-ന് അത് അംഗീകരിക്കാൻ ഒരു താമസം വരുന്നു, അവർ ഭരണത്തിൽ ഉണ്ടാകേണ്ട സമയം വരുന്നു എന്നുള്ളതാണ്. അതാണ് CPM നിക്ഷേപ സൗഹൃദമായോ എന്നുള്ള ചോദ്യം വരുന്നത്. അല്ല, ശരിയാണ്. മഞ്ചേഷിന്റെ ആ ചോദ്യം വളരെ കറക്റ്റ് ആണ്. കാരണം പലപ്പോഴും പല സംരംഭങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള CPM-ന്റെ ട്രേഡ് യൂണിയൻ സംഘടന CITU ആണ്, അതിനൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ അതിനകത്തൊക്കെ മാറ്റം വരുത്താൻ ഗവൺമെന്റും പാർട്ടിയും ഇടതു മുന്നണിയും ഒക്കെ തയ്യാറാണ്. അപ്പൊ ആ ഒരു തീരുമാനത്തിന്റെ നമുക്കത് പ്രതീക്ഷിക്കാം. 100% ഉറപ്പ് തരാൻ നമുക്ക് പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, വൻകിട വ്യവസായികൾ ആദ്യമേ തന്നെ അവിടെ പല നിക്ഷേപങ്ങളും ഉറപ്പ് തന്നു. അവർക്ക് അങ്ങനെ അനുഭവമുണ്ട്. ഇപ്പൊ ലൂലു മാളിലൂടെ കേരളത്തിൽ മൊത്തം വരുന്നു. അദ്ദേഹത്തിന് തടസ്സം ഉണ്ടാകുന്നില്ല. തിരുവനന്തപുരത്ത് ഏറ്റവും ലേറ്റസ്റ്റ് കൊല്ലം എന്റെ ജില്ലയിൽ കൊട്ടിയത്ത് തുടങ്ങി. അവിടെ ഏതാണ്ട് 1000 ചില്ലാനും പേർക്ക് അദ്ദേഹം തൊഴിൽ കൊടുത്തു. യാതൊരു തടസ്സവും ഉണ്ടായില്ല. ഇപ്പൊ ലൂലു മാളിന് ഒരു തടസ്സമില്ല. അവിടെ ട്രേഡ് യൂണിയൻ പ്രശ്നമില്ല. തിരുവനന്തപുരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ലൂലു മാൾ പ്രവർത്തിക്കുന്നു. അവിടെ യാതൊരു തടസ്സവും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഓഫീസിലും പോയി ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. കൊല്ലത്ത് തന്നെ ഒരു മുതലാളി ഉണ്ട്, ഇപ്പോൾ എന്റെ അയൽവാസിയാണ്. അദ്ദേഹം ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങുന്നു. ഇവിടെ യാതൊരു വിധമായ തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പോൾ വൻകിട മുതലാളിമാർ നോക്കുന്നത് എന്താ, മറ്റ് മുതലാളിമാരും അവർ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് തടസ്സമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവർ തുടങ്ങുന്ന ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. ഇപ്പൊ ലൂലു തന്നെ പ്രഖ്യാപിച്ചില്ല, ഞാൻ 2 IT പാർക്ക് തുടങ്ങാൻ പോകുന്ന യൂസുഫ് അലി പ്രഖ്യാപിച്ചു. എന്ത് ധൈര്യത്തിലാണ് പ്രഖ്യാപിച്ചത്? അദ്ദേഹം തുടർച്ചയായിട്ട് ഇപ്പോൾ ഇതൊക്കെ ശരിയാണ്. അത് ശരിയാണ്. ഇന്ന് കുഞ്ഞാലിക്കുട്ടി ആ സമ്മേളനത്തിൽ, ആ സമിറ്റിൽ പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. കേരളം നിക്ഷേപ സൗഹൃദമൊക്കെ ആയിരുന്നു മുമ്പും, പക്ഷേ അതുകൊണ്ടാണ് ഈ ചോദ്യം അതിൽ നിന്ന് ഉടലെടുത്തത്. അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യമാണ്. അതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ, കേരളം നിക്ഷേപ സൗഹൃദമായിരുന്നു എല്ലാ കാലത്തും. അതിപ്പോൾ ഒരുപാട് പോയിട്ട് പോകേണ്ട, കെ കരുണാകരൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ആന്റണിയുടെ കാലത്തും ഒക്കെ നിക്ഷേപ സൗഹൃദമായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ കാലത്തും നിക്ഷേപ സൗഹൃദമായിരുന്നു. പക്ഷേ ആരും നിക്ഷേപ സൗഹൃദമായിരുന്നില്ല. CPM നിക്ഷേപ സൗഹൃദമായിരുന്നില്ല എപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്. അതേ ഉള്ളൂ ഇവിടെ തർക്കം. ശ്രീ TP ജയചന്ദ്രൻ, കേന്ദ്രവും ഇപ്പോൾ വിശ്വസിക്കുകയാണല്ലോ സംസ്ഥാന സർക്കാരിനെ. ഒരു വികസന പന്ഥാവിലേക്ക് തന്നെ കേരളം മുന്നോട്ട് പോകും, അത് രാജ്യത്തിന് മൊത്തത്തിൽ ഗുണകരമാകുമെന്ന്. കാരണം നേട്ടം അതിൽ കേന്ദ്രത്തിനുമുണ്ടല്ലോ. താങ്കൾ വിഴിഞ്ഞത്തിന്റെ കാര്യം അക്കാര്യത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഈ രാജ്യത്തിന്റെ മൊത്തം വികസനമാണ്. വൈവിധ്യപൂർണമായ ഭാരതം വികസിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ രാജ്യത്തിന്റെ അംഗങ്ങളായ മുഴുവൻ സംസ്ഥാനങ്ങളും വികസിക്കണം. ഓരോ സംസ്ഥാനത്തിനുമുള്ള മുഴുവൻ ജില്ലകളിലും വികസനം എത്തുമ്പോഴേ ഈ രാജ്യം വികസിതമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും. പക്ഷെ ഇവിടെ ഈ ചർച്ചയിലൂടെ നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ച് വിജയശ്രീലാളിതമായി മുന്നോട്ട് പോകേണ്ട ഒരു സംസ്ഥാനമായിരുന്നു. ഈ ചർച്ചയിൽ നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു നിഗമനമുണ്ട്. ഈ സംസ്ഥാനത്തെ ഇക്കാലം അത്രയും മുടിച്ചതാരാണ്? അവർ തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ള സത്യവും പൊള്ളുന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അത് ഗുണപരമായ രൂപത്തിലേക്ക് അവർ തിരിച്ചു വരുമോ? അതല്ല ഇന്ന് നമ്മൾ പറയുന്ന മാതിരി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇവർ കാണിക്കുന്ന ഒരു കൺകെട്ട് വിദ്യ മാത്രമായി ഇത് അവശേഷിക്കുന്നു. ഇവർ തന്നെ ആയിരുന്നില്ലേ ഈ രാജ്യത്തിന്റെ വികസനത്തെ തുരങ്കം വെച്ചത്? കമ്പ്യൂട്ടർ വന്നപ്പോഴായാലും, മെതിയന്ത്രം വന്നപ്പോഴായാലും, കല്ലുവെട്ടി യന്ത്രം വന്നപ്പോഴായാലും, കേരളത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്വാശ്രയ കോളേജുകൾ വന്ന കാര്യമായാലും ഒക്കെ എടുക്കുമ്പോൾ ഈ കേരളത്തെ ഇത്രയും നൂറ്റാണ്ടുകൾക്ക്, ദശനാണ്ടുകളിലേക്ക് പുറകോട്ട് വലിച്ചത് ഈ പാർട്ടിയും അവരുടെ വരട്ടുവാദവും തന്നെയല്ലേ?
ഇനി കേന്ദ്ര ഗവൺമെന്റ് അതിൽ കാര്യമായ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു മഞ്ജു. പക്ഷെ അത് എളുപ്പമാണ് എന്ന വിശ്വാസവും എനിക്കില്ല. നോക്കൂ, ഈ കഴിഞ്ഞ മാസം 23-ാം തീയതി കേരളത്തിലെ വ്യവസായ മന്ത്രി പി രാജീവ് സ്വിറ്റ്സർലൻഡിലെ ദാവോസില് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തു. നമ്മൾ കാണണം, ലോകമെമ്പാടുമുള്ള എക്കണോമിക്കുമായി ബന്ധപ്പെട്ട വ്യവസായികളുമായി ബന്ധപ്പെട്ട യോഗത്തില് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പങ്കെടുത്തു. കേരളത്തെക്കുറിച്ചുള്ള പൊതുധാരണ എന്താണ് എന്നത് ചിത്രം വ്യക്തമാക്കുന്നു. നോക്കൂ, ഒരു ഉറുപ്പിക പോലും നിക്ഷേപിച്ച് കേരളത്തിലേക്ക് വരാൻ ഒരു വ്യവസായിയും തയ്യാറാവാത്തതിന്റെ കാരണം എവിടെയാണ്? കോഴിക്കോട്ടുകാരനായ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം 2 CPM MLA-മാർ കേരളത്തിലെ 2 പ്രമുഖ ചെരുപ്പ് കമ്പനികൾക്ക് തുടക്കം കുറിച്ചത് എന്റെ കോഴിക്കോട്ടാണ്. അതിലൊരു MLA ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കമ്പനി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ പൂട്ടി. അത് തമിഴ്നാട്ടിലേക്ക് പതിച്ചാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. രണ്ടാമത്തെ വ്യവസായി കോഴിക്കോടിന്റെ മേയറായിരുന്നു, പിന്നീട് അദ്ദേഹം MLA ആയിരുന്നു. കേരളം മുഴുവൻ നെറ്റ്വർക്കുള്ള നല്ലൊരു ചെരുപ്പ് നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം, ബേപ്പൂർ സ്വദേശിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യവസായത്തിന്റെ യൂണിറ്റ് ഇന്ന് കോഴിക്കോട്ടില്ല. അത് ഞാൻ അറിഞ്ഞിടത്തോളം അത് അയൽരാജ്യ സംസ്ഥാനത്തേക്ക് പോയി. നോക്കൂ, ഒരു ഇടതുപക്ഷ MLA-യുടെ അനുഭവം ഇതാണെങ്കിൽ സ്വന്തം സംസ്ഥാനത്ത് 4 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന വ്യവസായം ആരംഭിക്കാനുള്ള ധൈര്യം ഒരു MLA-ക്ക് ഇല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ പോലും സ്വന്തം വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്നത് കേരളത്തിലല്ല, ബാംഗ്ലൂരിലാണ് എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്കുണ്ടാകാം. നോക്കൂ, ഇവരൊന്നും ധൈര്യം കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിലെ ഒരു മീറ്റിംഗ് കൊണ്ട് ഇതിന് മാറ്റം വന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ദാവോസിൽ ഇരുന്ന യോഗത്തിൽ 10 ലക്ഷം കോടി രൂപയോളം അങ്ങ് മഹാരാഷ്ട്രയ്ക്കും ഏറ്റവും അവസാനം വന്ന തെലങ്കാനയ്ക്കും കിട്ടിയപ്പോൾ 1 രൂപ നിക്ഷേപിച്ച് കേരളത്തിലേക്ക് വരാൻ ആളുകൾ തയ്യാറായില്ല? ഇവിടെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ ആ സമ്മേളനം മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യവസായ മന്ത്രി പി രാജീവ് ഈ ഒരു സമിറ്റിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഈ സമിറ്റിൽ കണ്ടുവല്ലോ. ഇവിടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ വന്നു 1.5 ലക്ഷം കോടിയുടെ. അല്ല, ഞാൻ അതാണ് മഞ്ജുഷേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 ലക്ഷം കോടിയുടെ വാഗ്ദാനങ്ങൾ വന്ന സബ്മിറ്റും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്ര ശതമാനം തിരിച്ചു കിട്ടിയിട്ടുണ്ട്? ഇത് കേവലം ജനരേഖകളായി പോകരുത് എന്ന പ്രാർത്ഥന ഞാൻ കേരളത്തിൽ ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമാണ്. എന്റെ കുഞ്ഞുങ്ങളും കേരളത്തിൽ നല്ല വ്യവസായ സംരംഭ സ്ഥാപനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ച് ഭാവിയിൽ അവരും കേരളത്തിൽ നിന്ന് കേരളത്തെ നെഞ്ചേറ്റണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഈ ചർച്ചയിൽ തന്നെ നമ്മൾ എല്ലാവരും പങ്കുവെക്കുന്ന എന്താണ്? ഇവർ പ്രതിപക്ഷത്തിരുന്നാൽ ഈ നയം ഉണ്ടാകുമോ? ഈ വാക്കുകളുടെ ആത്മാർത്ഥത അവർ പുലർത്തുമോ? ഇതല്ല കേവലത്തിലുള്ള വഞ്ചനയ്ക്കാകുമോ? അവിടെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ആത്മാർത്ഥതയില്ല എന്നതിന്റെ 2 സൂചന ഞാൻ നൽകി. നോക്കൂ, സാമ്പത്തിക പ്രതിസന്ധിയുള്ള കേരളത്തിൽ PSC മെമ്പർമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ ആ ഒരു ആകാംക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ CPM തന്നെ ഭരണപക്ഷത്തിരിക്കട്ടെ എന്ന് BJP പോലും ആഗ്രഹിക്കുന്നത്, അല്ലെ? അല്ല, BJP അല്ലല്ലോ മഞ്ജുഷേ, വോട്ട് പെർസെന്റിന്റെ കാര്യത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP-യുടെ വർധനവ് ഉണ്ടാകുമ്പോൾ ഞങ്ങളാണോ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത്? അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. മാത്രമല്ല, ഒരു കാര്യം ഞാൻ മഞ്ജുഷയോട് ചൂണ്ടിക്കാണിക്കും. കാലാകാലം ഈ കേരളം അങ്ങനെ CPM-നും കോൺഗ്രസും തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരളം വ്യവസായ സൗഹൃദമാകേണ്ടത് BJP-യുടെ കൂടി ആവശ്യമാണ്. നാളെ ഞങ്ങളുടെ കൈകളിലേക്ക് ഈ സംസ്ഥാനം വരുമ്പോ ഈ അവസ്ഥ മാറേണ്ടതുണ്ട്. കേരളത്തിലെ ഇന്ത്യയോടൊപ്പം ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് കൂടി ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പക്ഷേ ശ്രീമതി മേരി ജോർജ്, അങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാർ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഒന്നും നമ്മൾ ഉടനെ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിൽ കേന്ദ്രം തൃപ്തരാണ്. അതിൻ്റെ ഒരു സൂചന കൂടി ഈ സമ്മിറ്റിൽ വന്നിട്ടില്ലേ? ഇത്രയും കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം, അവരുടെ വാക്കുകൾ, വാഗ്ദാനങ്ങൾ, പ്രശംസകൾ. മേരി ജോർജ്. തീർച്ചയായിട്ടും മഞ്ജുഷേ, അതിന് നമുക്കൊരു സാധ്യതയും കൂടിയുണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു പശ്ചാത്തലമുണ്ട്. ഇതുവരെ BJP ഗവൺമെന്റിൽ ഇതുപോലെ 2 മന്ത്രിമാർ, ഒരിക്കൽ സഹമന്ത്രിയായിട്ട് രാജഗോപാൽ ഇരുന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് കേരളത്തിലേക്ക് ഒരുപാട് അതായത് റെയിൽവേയിലേക്ക് ഒരുപാട് വികസനം അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് 2 മന്ത്രിമാരുണ്ട്. ആ 2 മന്ത്രിമാരും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തത്തക്ക രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. എങ്കിലും ഈ 2 മന്ത്രിമാർ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അവിടെ പറയും എന്ന് തന്നെ വേണം വിചാരിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന നേതാക്കന്മാർ, നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ആയിരുന്ന ശ്രീമാൻ മുരളി,
അങ്ങനെ ഒരുപാട് പേര് കേരളത്തിന് വേണ്ടി അവിടെ പറയാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ കാരണം കൊണ്ടും തന്നെയുമല്ല, നേരത്തെ ജയേന്ദ്രന്മാർ പറഞ്ഞതുപോലെ തന്നെ, TP ജയേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ കേരളം ഒരു ഭാഗമാണ്. അതുപോലെ നമ്മൾ 24,000 കോടിയുടെ ഒരു പാക്കേജ് ആവശ്യപ്പെട്ടു. അതിനെപ്പറ്റി സൈലൻ്റ് ആയിരുന്നു. പക്ഷേ അതിനെപ്പറ്റി സൈലൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ ചർച്ചയിൽ പറഞ്ഞത് പൊതുവെ സംസ്ഥാനങ്ങളെപ്പറ്റി പേരെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ബീഹാറിനെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തത് അവരുടെ സഖ്യകക്ഷി ആയതുകൊണ്ടാണ് എന്ന ആറ്റിറ്റ്യൂഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ, നമ്മളുടെ ആവശ്യങ്ങൾ അവിടെ കൃത്യമായിട്ട് അറിയിക്കാൻ, നമ്മുടെ പരിദേവനങ്ങൾ അവിടെ എത്തിക്കാൻ നമുക്ക് 2 മന്ത്രിമാർ അവിടെ ഉണ്ട്. ആ 2 മന്ത്രിമാരും തീർച്ചയായിട്ടും ഈ പരിദേവനങ്ങളൊക്കെ, അതായത് മന്ത്രി ജോർജ് കുര്യനാണെങ്കിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ആളാണ്. അദ്ദേഹം BJPയുടെ ഒപ്പം ആദ്യം മുതലേ ചുവട് ഉറപ്പിക്കുകയും അതിൻ്റെ നയപരിപാടികൾ കൃത്യമായിട്ട് അറിയുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇവിടെയുള്ള ഈ എന്താ പറയുക, ഒരു പുക നിറഞ്ഞു നിൽക്കുന്ന ഒരവസരമാണ് ബജറ്റ് കഴിഞ്ഞപ്പോൾ. ആവശ്യപ്പെട്ടത് കിട്ടിയില്ല. പിന്നെ എപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം കാരണമാണ് ഇവിടുത്തെ പ്രതിസന്ധി എന്നൊക്കെയാണല്ലോ. അപ്പം അതിനൊരയവ് വരുത്താം എന്നൊരു വിചാരത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കണം, നിതിൻ ഗഡ്കരി എപ്പോഴും കേരളത്തെ പറ്റി വളരെ കരുതലോടെ സംസാരിക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം എപ്പോഴൊക്കെ മന്ത്രിയായിട്ടുണ്ട് അപ്പോഴൊക്കെ വളരെ കരുതലോടുകൂടി കേരളത്തോട് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുമായിട്ട് ഇടപഴകിയിട്ടുമുണ്ട്. അപ്പം അതൊക്കെ തന്നെ ആണ് ഇപ്പോൾ ഇന്ന് അവരുടെ പീയൂഷ് ഗോയലാണെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു IIT പ്രോഡക്റ്റാണെന്ന്. എന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ടോ ഒന്നും കർമ്മശേഷി കൊണ്ടോ ഒന്നും മോശക്കാരനല്ല. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് സഹകരിക്കാമെന്ന് അവർ തയ്യാറാകുന്നു. ആ ഒരു പച്ചക്കൊടി തന്നെയാണല്ലോ നമ്മുടെ പ്രതിപക്ഷം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. ശരി, തീർച്ചയായിട്ടും മേരി ജോർജ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കേന്ദ്ര അവഗണന എന്നത് നിങ്ങളുടെയും ഒരു ആക്ഷേപമായിരുന്നു. അതിൽ നിങ്ങൾ CPM-നൊപ്പമായിരുന്നു, LDF-നൊപ്പം തന്നെയായിരുന്നു കേന്ദ്ര അവഗണന എന്ന്. പക്ഷേ ഈ സമിറ്റിൽ കണ്ടതൊന്നുമല്ല കേട്ടോ. അല്ല, സ്വാഭാവികമായി ഇങ്ങനെ ഒരു സമിറ്റ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൽ ക്ഷണിതാക്കളായി വരുന്ന, ഇനാഗുറേറ്റ് ചെയ്യാൻ വരുന്ന മന്ത്രിമാർ പദ്ധതികൾ പ്രഖ്യാപിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. അത് എത്രത്തോളം നടപ്പിലാകുമെന്നുള്ളത് കണ്ടറിയേണ്ടത്. കേന്ദ്രത്തിന്റെ അവഗണന വയനാട് അടക്കമുള്ള വിഷയങ്ങളിലാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന ഈ 2022 തീർന്ന GST കോമ്പൻസേഷൻ 2023 24 കിട്ടണം എന്ന് പറയുന്ന കപടവാദങ്ങളോടൊപ്പം ഒന്നും ഞങ്ങൾ നിന്നിട്ടില്ല. ഇനി നോക്കൂ ശ്രീ മഞ്ജുഷ്, എവിടെയാണ് രസകരമായ കാര്യമെന്നറിയാമോ? ഇന്ന് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നല്ലോ. ആ മീറ്റ് നടന്ന കൺവെൻഷൻ സെന്റർ അവിടെ വരുന്ന കാലത്ത് അതിനെതിരെ സമരം ചെയ്തവരാണ് CPM. ഇതേ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്ന കൊച്ചിയിൽ ഗെയിൽ പൈപ്പ് ലൈൻ വരുമ്പോ ഗെയിൽ മണ്ണിനടിയിലെ ബോംബാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ് P. രാജീവ്. ഒടുക്കം അതേ ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോ അത് നാണവമാനവും ഇല്ലാതെ പോയി ഉദ്ഘാടനം ചെയ്ത ആളാണ് P. രാജീവ്. അതേ കൊച്ചി മെട്രോ വന്നപ്പോൾ അഴിമതിയാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ് P. രാജീവ്. അതേ കൊച്ചി മെട്രോയുടെ 2 തൂണുകൾക്ക് അപ്പുറവും ഇപ്പുറവും ചുമപ്പൻ റിബൺ വലിച്ചു കെട്ടി U-turn ഉദ്ഘാടനം ചെയ്ത ആളാണ് P. രാജീവ്. ആര്? വ്യവസായ മന്ത്രി. ഇതേ കൊച്ചി വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തവരാണ് ഇവർ. അതേ അന്നത്തെ DYFയുടെ നേതാവ് S. ശർമ്മ എന്റെ നെഞ്ചിന് കുറുകെ അല്ലാതെ വിമാനങ്ങളുടെ ഇറങ്ങില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ്. അതേ S. ശർമ്മയാണ് സിയാലിൽ എന്ത് ചെയ്തത്? സിയാലിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി സിയാലിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ നാണവമാനവും ഇല്ലാതെ TN ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ UDF, ഞാൻ പറഞ്ഞു പഴകിയെങ്കിലും പറയാം, ആരാന്റെ കുഞ്ഞിന്റെ അച്ഛനായി ജാതകം എഴുതാൻ പോകുന്ന പണിയാണ് ഇവർക്കുള്ളത്. UDF ഒരു പദ്ധതി കൊണ്ടുവരും. ആ പദ്ധതി ഒരു 3/4 ഭാഗവും റെഡിയായിരിക്കുമ്പോൾ അതിൽ ഒരുപാട് ഇല്ലാത്ത അഴിമതി കഥ പറഞ്ഞ് ആ സർക്കാരിനെ താഴെ ഇറക്കി ഇവർ അധികാരത്തിൽ വരും. ബാക്കി 1/4% എങ്ങനെയെങ്കിലും നടന്നു പോയാലേ പറ്റൂ. കാര്യം UDF ഗവൺമെന്റ് 3/4% പൂർത്തീകരിച്ചു. ആ 25% കഴിയുമ്പോൾ ഇവർ അത് വന്ന് ഉദ്ഘാടനം ചെയ്യും. അത് ഉദ്ഘാടനം ചെയ്തിട്ട് അതിന്റെ ഏതെങ്കിലും ഡയറക്ടർ ബോർഡിലോ അതിന്റെ ഏതെങ്കിലും ഗുണകരമായ മേഖലകളിലോ ഇവരിരുന്ന് ശമ്പളം കൈപ്പറ്റും, ഇവരിരുന്ന് പണം കൈപ്പറ്റും. എന്നിട്ട് ഇവർ പറയും, നോക്കൂ ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇനി ഒരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ടല്ലോ, ആ മീറ്റ് സക്സസ്ഫുൾ ആണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് സീഡ് കേരള 2022 ഇതേപോലെ കൊണ്ടുവന്നാണ്. ലോക
2023-24 വർഷങ്ങളിൽ നടപ്പിലാക്കിപ്പെട്ടു. അന്നൊക്കെ 10,000-കണക്കിന് കോടിയുടെ നിക്ഷേപം വന്നു എന്ന് പിണറായി വിജയൻ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരുന്നു. അതൊക്കെ നടപ്പിലായോ എന്നുള്ളൊരു വൈറ്റ് പേപ്പർ കൂടി അവതരിപ്പിക്കാൻ ഞാൻ ധനമന്ത്രിയെയും പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും വെല്ലുവിളിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ശ്രീ സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി, പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ, CPM-ന്റെ സമ്മേളനങ്ങളിലൊക്കെ വന്ന് പങ്കെടുക്കുന്ന ആളല്ലേ. ശ്രീ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഇതേപോലെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച മീറ്റിൽ വന്ന നിക്ഷേപങ്ങൾ എത്രയൊക്കെ, എവിടെയൊക്കെ അത് ആ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു, എത്രത്തോളം നടപ്പിലാക്കപ്പെട്ടു എന്ന് സംസാരിക്കുന്നത് കൃത്യമായി കേൾക്കാൻ സാധിച്ചു. അതുപോലെ സ്വീറ്റ് കേരള, ലോക കേരള സഭ അടക്കം ഇതിന്റെ പ്രീവിയസ് ഫോമുകൾ ഉണ്ടല്ലോ, പൂർവികർ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട. നിങ്ങളുടെ കാലത്ത് ജിമ്മിന്റെയും വേണ്ടി വരും, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെയും വേണ്ടി വരും. തീർച്ചയായും എത്രത്തോളം നടപ്പിലായി എന്ന് പറയാനുള്ള ആർജവം കൂടി ആര് കാണിക്കണം. അത് പരാജയമായിരുന്നുവല്ലോ, UDF-ന്റെ കാലത്ത് നടന്നല്ലേ? അല്ല, ജിമ്മിനെ തകർത്തത് ആരായിരുന്നു ജിമ്മിനെ തകർത്തത്? LDF സമരം ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലല്ല, അതിനുശേഷം വന്ന പദ്ധതികൾ അല്ലല്ല, അതിലൊരു പ്രശ്നമുണ്ട് ശ്രീ മഞ്ജുഷ്. ജിമ്മ് ഞങ്ങളുടെ അവസാന കാലത്ത് വന്ന പദ്ധതിയാണ്. ജിമ്മിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നാട്ടിൽ യാഥാർത്ഥ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, യാഥാർത്ഥ്യവൽക്കരിക്കാൻ ഇവർ സമ്മതിച്ചില്ല. പദ്ധതിയിൽ പണം മുടക്കാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സ് വരുമ്പോ, അവർ നാട്ടിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോ അവരുടെ മുമ്പിലേക്ക് ചുമപ്പം കുടിയുമായി ഇവർ ചാടി ഇറങ്ങി. ശരിയാണ്, കൊടികളും ഹർത്താലുകളുമായിട്ട്. ശരിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ചർച്ച. എന്തായാലും CPM വ്യവസായ സൗഹൃദമായോ നിക്ഷേപ സൗഹൃദമായോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് പ്രേക്ഷകരുടെ പ്രതികരണം ഇങ്ങനെയാണ്: CPM നിക്ഷേപ സൗഹൃദമായി എന്ന് 28% പ്രേക്ഷകർ, ഇല്ല എന്ന് 69%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.